ഒരു സാഹചര്യം വന്നതുകൊണ്ട് ഞങ്ങൾ പോവാണ്. ഇവിടെ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് സ്വിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അവിടെ നിങ്ങൾ വരാനും ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ അങ്ങോട്ടും ബുദ്ധിമുട്ടാണ്. ഇനി ഞങ്ങളിന്ന് പോവാണ്. ഞാൻ എല്ലാവരും റെഡിയായി ഞാനും റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഈ ടൈം ആകുമ്പോൾ ഇവിടുന്ന് പോകും. നമ്മൾ പോണതിനെ പറ്റിയിട്ട് എന്തെല്ലാവർക്കും പറയാറുണ്ടോ കേട്ടോ. എല്ലാവരും ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങൾ പോണേന്. പ്രത്യേകിച്ച് ഞാൻ, എനിക്കാണ് ഏറ്റവും കൂടുതൽ വിഷമം. ബട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളവിടെ ഉണ്ട്. അതിൻ്റെ അച്ഛനാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന സഞ്ചാരിയുടെ കൂട്ടുകാരി, സഫാരി ചാനലിൻ്റെ പ്രിയപ്പെട്ടത്. എൻ്റെ അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആളവിടെ ഒരു ഗെറ്റ് റെഡി എടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരോടും നമുക്ക് ചോദിക്കാം. പിന്നെ ഞങ്ങളിവിടെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത്, അല്ലെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോണത് എൻ്റെ കുഞ്ഞിനെയാണ്. അവളുടെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടുകൊണ്ടിരിക്കൽ എൻ്റെയും എൻ്റെ കുട്ടിയുടെ ഒരു പ്രിയപ്പെട്ട വിനോദമാണ്. നല്ല രസമുള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾക്ക് അവിടെ അങ്ങനെ നോക്കിയിരിക്കാനായിട്ട് ഒരു ക്യാരക്ടറില്ല. അപ്പോൾ എന്തായാലും കുഞ്ഞിക്ക് എന്താ പറയാനുള്ളത് നമുക്ക് നോക്കട്ടാ. കുഞ്ഞി പറയും. കുഞ്ഞി പറഞ്ഞു എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങൾ പോണതിനെ പറ്റിയിട്ട് പറയും. വിഷമമുണ്ട്, നല്ല വിഷമമുണ്ട്. കണ്ട കണ്ണുകൾ നിറയുന്നുണ്ട്, ചുണ്ടുകൾ ഇടറുന്നുണ്ട്. അവള് ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ പോണോണ്ട്. അയ്യോ, നമുക്ക് അമ്മോട് ചോദിക്കാം. ഇനി അമ്മ പറഞ്ഞു ഞങ്ങൾ പോണതിനെ പറ്റി രണ്ട് അമ്മ പറയും. എന്താണ് അമ്മയ്ക്ക് തോന്നണേ? പറയും. അമ്മ ഹാപ്പിയാണ് നമ്മൾ പോണതിന്. അമ്മ ഹാപ്പി ഇല്ല? ഇല്ല. അതിന് അമ്മ പറയും ഇത്ര ദിവസം ഇവിടെ നിന്നിട്ട് പോകുമ്പോൾ ഹാപ്പിയല്ലല്ലോ, അതുകൊണ്ടല്ലോ അവിടെ നിന്നിട്ട് പറയും. അപ്പോൾ ഇവർ നമ്മുടെ കൂടെ അവിടെ നിൽക്കണുണ്ട് കേട്ടോ. സൂപ്പർ എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മുടെ കാണാമല്ലോ. പറയേ. സുന്ദരനൊക്കെ 2 ആഴ്ച സുഖത്തിന് വന്നിട്ട് അങ്ങോട്ട് പോണേര് വിഷമമുണ്ട്. ഏതായാലും സുന്ദരൻ്റെ ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് ഓണത്തിന് വന്ന് സുന്ദരൻ നമുക്ക് കൂട്ടി കുറേ നാൾ നിൽക്കാം. അപ്പോൾ നമ്മൾ പോവാന്ന് അറിഞ്ഞിട്ട് അമ്മായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അമ്മായിക്ക് ക്യാമറയിൽ വരാൻ താല്പര്യമില്ല. അപ്പം ഞാനിപ്പോൾ അമ്മായിനെ കാണിച്ചിട്ട് കേട്ടോ. അപ്പം ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടാണ്.